ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേക്കറി സ്റ്റൈലിലുള്ള ഒറിജിനൽ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടെ നാക്കി വെക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ടിന്നാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ കേക്ക് ടിൻ തന്നെ എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 8 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന്നും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്ക്വയർ കേക്ക് ടിന്നാണ്. ഇനി അടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളത് നല്ല ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ 1/4 കപ്പ് മൈദയോടൊപ്പം തന്നെ നമുക്ക് ബാക്കി 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഹെർഷസിൻ്റെ കൊക്കോ പൗഡറാണ്. ഇത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം നല്ലതുപോലെ മൈദയിൽ മിക്സായി നന്നായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 തവണ അരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. അരിച്ചതിന് ശേഷം ഞാനൊന്ന് സ്പൂൺ കൊണ്ടും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഈ കേക്കിൽ നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്താണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള 2 ബൗളും 4 എഗ്ഗുമാണ് എടുത്തിരിക്കുന്നത്. ഈ 4 എഗ്ഗിൻ്റെ വൈറ്റും യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 4 എഗ്ഗിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന എഗ് വൈറ്റാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ മറ്റൊന്നും ആഡ് ചെയ്യുന്നില്ല. ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. പാത്രം എടുത്ത് കമഴ്ത്തിയാൽ പോലും താഴേക്ക് വീഴില്ല. ആ ഒരു സ്റ്റേജ് വരെ ആയിട്ടുണ്ട്. നമ്മൾ ഷുഗർ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. എഗ് വൈറ്റും സാൾട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ചതിന് ശേഷമാണ് 1/4 കപ്പ് എടുത്തത്. ഈ പഞ്ചസാരയുടെ കുറച്ച് നമുക്ക് എഗ് യോക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ ബീറ്റർ വെച്ചിട്ട് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുത്താണല്ലോ, ഈ ബ്ലേഡ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം എഗ് യോക്കും. ഇതിപ്പോൾ നമ്മൾ എഗ് യോക്കിലേക്ക് ചേർത്ത് കൊടുത്തതിൻ്റെ ബാക്കി പഞ്ചസാരയാണ്. ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ആവശ്യമുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചേർത്താൽ മതിയാകും. ഈ എഗ് യോക്കിൻ്റെ യെല്ലോ കളറൊക്കെ മാറി ഒരു ക്രീമി സ്ട്രക്ചർ ആവുന്നിടം വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളുടെ എഗ് യോക്ക് യെല്ലോ കളറൊക്കെ മാറി നല്ല ക്രീമി ആയിട്ടുണ്ട്. ഒരു റിബൺ കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയും മതിയാകും. ഇനി മറ്റൊരു ബൗളിലേക്ക് തണുപ്പൊന്നും ഇല്ലാത്ത റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എഗ് യോക്ക് ബീറ്റ് ചെയ്തില്ലേ, അപ്പം ഞാൻ ബീറ്ററിൻ്റെ ബ്ലേഡ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ലപോലെ തുടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബ്ലേഡിൽ വെള്ളത്തിൻ്റെയോ എഗ് യോക്കിൻ്റെയോ ഒട്ടും അംശം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നേരത്തെ എഗ് യോക്കിലേക്ക് ചേർത്തതിൻ്റെ ബാക്കി പഞ്ചസാര മാറ്റി വെച്ചിരുന്നില്ലേ, അത് ഈ ബട്ടറിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് മൊത്തം ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ നമ്മളുടെ ബട്ടറും പഞ്ചസാരയും കൂടി ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എഗ് യോക്ക് ബീറ്റ് ചെയ്തതും ബട്ടർ ബീറ്റ് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ചും കൂടി വലുതായിട്ടുള്ള മറ്റൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് നമ്മളിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതിയാകും. ഒരുപാടിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാറ്റർ അങ്ങ് പിരിഞ്ഞു പോവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ് വൈറ്റും അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് തന്നെ നമുക്ക് മൊത്തം ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസും എഗ് വൈറ്റും കൂടി നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ ആഡ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ബാറ്റർ കുറച്ച് തിക്കാണ്. ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ കേക്ക് ബാറ്റർ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ എല്ലാ കേക്കിൻ്റെ കേക്ക് ബാറ്റർ പോലെ ലൂസായിട്ടല്ല ഈ കേക്ക് ബാറ്റർ ഉണ്ടാവുക, കുറച്ച് ടൈറ്റായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ഓവനിൽ 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചെറിയ സിറപ്പ് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഷുഗർ സിറപ്പല്ല, ചെറിയ സിറപ്പാണ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20ഓളം ചെറിയ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പം ഞാൻ ചെറിയൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് കൂടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇതിൽ നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, ഇത് ചെറിയുടെ കളർ തന്നെയാണ്. ഇതാണ് ചെറിയ സിറപ്പ്. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ ഒട്ടിപ്പിടിക്കുന്നതൊന്നുമില്ല, നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ ചൂടൊന്ന് ആറുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ടാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഈ വിപ്പിംഗ് ക്രീം നമുക്ക് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇനി ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമുക്കിതിൽ നട്ട്സിൻ്റെ ആവശ്യമുണ്ട്. കൂടുതലായും ചേർക്കുന്നത് ആൽമണ്ട്സ് ആണ്. പിന്നെ കാഷ്യൂ നട്ട്സും പീനട്ട്സും ഒക്കെ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. ഞാനിപ്പം ആൽമണ്ടും കാഷ്യൂ നട്ടുമാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി ചേർത്തിട്ട് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആൽമണ്ട്സ് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട് രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് മെൽറ്റായ ശേഷം നമുക്കിതിലേക്ക് ആദ്യം കാഷ്യൂ നട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ കേക്കിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. കരിഞ്ഞു പോകാതെ വളരെയേറെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി നമ്മൾ നെയ്യൊന്നും ആഡ് ചെയ്യുന്നില്ല. സെയിം നെയ്യിൽ തന്നെ ആൽമണ്ട്സും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ മാറി ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുകയാണ്. കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മുടെ ചെറിയ സിറപ്പ് ഒഴിച്ച് കേക്കിൻ്റെ ലെയർ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റ്, ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഇങ്ങനത്തെ കേക്കിനൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ചെറിയ സിറപ്പാണ്. നിങ്ങൾക്ക് ചെറിയ സിറപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വെറ്റ് ചെയ്യാം. ചെറിയ സിറപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാതെ ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് 3 ലെയറും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 3 ലെയറും വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. സൈഡ്സൊക്കെ സ്ക്രാപ്പർ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂറെങ്കിലും നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഗനാഷ് ഒഴിക്കാൻ പറ്റൂ. അപ്പം ഞാനിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഗനാഷിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാനാണ്. ഇതിലേക്ക് 250 ml തന്നെ മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ചോക്ലേറ്റ് ഗനാഷ് ഞാനിപ്പോൾ ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പോലെ തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ചെറിയ ചൂടുള്ള ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. എക്സസ് ആയിട്ടുള്ള ഗനാഷൊക്കെ തുടച്ച് കേക്ക് ബോർഡൊക്കെ വൃത്തിയാക്കി ഞാനൊന്ന് എടുത്തിരിക്കുകയാണ്. മിറർ ഗ്ലേസ് കേക്ക് പോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. എൻ്റെ കൈയുടെ നിഴൽ കാണുന്നുണ്ടോ? നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ചെയ്ത് OTP ഷീറ്റിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോൺ പോലെ മടക്കിയെടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഫ്രീസറിലേക്ക് ഒരു 2 മിനിറ്റ് വെക്കുകയാണ് സെറ്റ് ആവാനായിട്ട്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. പതുക്കെ വേണേൽ തുറന്ന് നോക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോൺ ചെയ്തെടുത്ത പോലെ തന്നെ ഞാനൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെയും കൂടെ കോൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇത്തിരി പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ബ്ലാക്കും വെച്ച് കൊടുത്തു. ഐസ്ക്രീമിൻ്റെ കോണ് പോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂനട്ടും ആൽമണ്ട്സും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരേ ലൈൻ പോലെയല്ല വെച്ച് കൊടുക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും വയ്ക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി കാണാനായിട്ട്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുവാണ്. കാഷ്യൂനട്ടും ആൽമണ്ട്സും വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു കേക്കിനൊരു ബോർഡർ വരച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഡിസൈൻ കൊടുക്കുന്നതിൻ്റെ മുകളിൽ കുറച്ച് സിൽവർ ഷുഗർ ബാൾസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ കേക്ക് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കറിയാം ഇത്ര റിച്ച് ആയിട്ടുള്ള കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളി ടേസ്റ്റാണെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തന്നെ ഞാൻ അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.